ബിസിനസ് ടുഡേ. ഇന്ന് നമ്മുടെ ഗസ്റ്റായി വന്നിട്ടുള്ളത് ഹോട്ട് സ്പ്രിംഗ് മിനറൽ വാട്ടർ എന്റർപ്രൈസസിന്റെ CEO അനയ പ്രദീപ്. Hot Spring is an Indian brand bottled water formed in 1988 in Ahmedabad, Gujarat by Anaya. Hot Spring conducts its major business in India with 135 operational plants and a network of 3,000 distributors and 5,000 distributors trucks. The company conducts business across India and sells bottled water. Hi ma'am, welcome to Business Today. My name is Nakshatra. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഈ ഹോട്ട് സ്പ്രിംഗ് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ മാമിനെ അന്ന് ഹെൽപ്പ് ചെയ്യുന്നത് ആരൊക്കെയായിരുന്നു? ഹോട്ട് സ്പ്രിംഗ് എന്നുള്ള കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1988 ഓക്കെ. അതിനു മുൻപ് ഞാനൊരു ഫേമിൽ വർക്ക് ചെയ്തിരുന്നു 1986. സോ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സ്, മോറോവർ ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം, അവരാണ് എനിക്ക് ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഏതൊക്കെ ഏരിയാസ് ഞാൻ കൂടുതലായിട്ട് പഠിക്കണം എന്നൊക്കെ അവരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതില് എനിക്ക് മെയിൻ എന്നെ ഹെൽപ്പ് ചെയ്തത് കപ്പാസിറ്റി പ്ലാനിങ് എന്നുള്ളൊരു ടോപ്പിക് ആയിരുന്നു. ഓ, അങ്ങനെയാണല്ലേ മാം. സോ അന്ന് ഫ്രണ്ട്സ് എന്താണ് മാമിന് പറഞ്ഞു തന്നതെന്ന് ഇപ്പോഴും മാം ഓർക്കുന്നുണ്ടോ? സോ അനയ, ഈ ഐഡിയ നമുക്ക് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമ്മുടെ പ്രൊഡക്റ്റിന് വരുന്ന ഡിമാൻഡ് നമ്മൾ മുന്നേ കൂട്ടി സയൻറ്റിഫിക്കലി പ്രെഡിക്റ്റ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യണതിനാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയാം. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പ്രൊഡക്റ്റ് പോളിസീസും ആൻഡ് പ്രൈസിങ് പോളിസീസും ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ കമ്പനിയുടെ ബെനിഫിറ്റ്സ് കൂട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് വരുന്ന സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസിങ് റിസ്ക് ആണ്. ഫസ്റ്റ് വരുന്നത് റെഡ്യൂസിങ് റിസ്ക്. നമ്മളെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് പിന്നെ വരുന്നത് നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് അല്ല മാർക്കറ്റ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഡിമാൻഡ് ഫോക്കസിങ് ചെയ്യാൻ 5 മെത്തേഡ്സ് ഉണ്ട്. ഈ 5 മെത്തേഡ്സിൽ ഫസ്റ്റ് സർവേ മെത്തേഡാണ്. സർവേ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരു പൊട്ടൻഷ്യൽ ബയേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചൊരു കുഞ്ഞ് സർവേ പോലെ നടത്തിയിട്ട് അവരുടെ ഒപ്പീനിയൻസ് കളക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഒപ്പീനിയൻസ് കളക്ട് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്താം. പിന്നെ സെക്കൻഡ് മെത്തേഡ് വരുന്നത് ബാരോമെട്രിക് ആണ്. ബാരോമെട്രിക് മെത്തേഡിൽ പാസ്റ്റിലത്തെ ഡിമാൻഡും പാസ്റ്റിലത്തെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ട്രെൻഡും ബേസ് ചെയ്തിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നതാണ്. പിന്നെ തേർഡ് മെത്തേഡ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എക്സ്പീരിമെൻറ്റ് മെത്തേഡാണ്. മാർക്കറ്റ് എക്സ്പീരിമെൻറ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാർക്കറ്റിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങിച്ചെന്ന് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ഒരു ഡിമാൻഡും അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്ത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്താം. പിന്നെ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറും കൂടെ നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഫോർത്ത് വരുന്നത് എക്സ്പേർട്സ് ഒപ്പീനിയൻ മെത്തേഡാണ്. എക്സ്പേർട്സ് ഒപ്പീനിയൻ മെത്തേഡിൽ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും മാർക്കറ്റ് എക്സ്പേർട്സിൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചിട്ട് നമുക്ക് അവരുടെ ഹെൽപ്പോടെ നമുക്ക് നമ്മുടെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ഇത് 2 ടൈപ്പ് അല്ലെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. ട്രെൻഡ് പ്രൊജക്ഷനും റിഗ്രഷനുമാണ്. ട്രെൻഡ് പ്രൊജക്ഷനിൽ എനിക്ക് തോന്നുന്നത് പാസ്റ്റിലത്തെ നമ്മുടെ ഡിമാൻഡിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അതൊരു ക്രോണോളജിക്കൽ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു ടൈം സീരീസ് കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് റിഗ്രഷനാണ്. റിഗ്രഷനിൽ ഈ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ റിലേഷനെ കുറിച്ചാണ് പറയണത്.
അപ്പം നമുക്ക് ഏകദേശം നമുക്കൊരു നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിമാൻഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മിഷന്റെ കപ്പാസിറ്റി പ്ലാനിംഗ് എന്ന് പറയുന്നത്. മിഷന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മിഷന് ഒരു മണിക്കൂറിൽ എത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിന്റെ കാപ്പബിലിറ്റി എന്താണ്, അതൊക്കെയാണ് മിഷന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ കമ്പനിയിൽ നമ്മുടെ മിഷന് 5,000 to 10,000 ലിറ്റേഴ്സ് വരെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ബോട്ടിൽസ് നമുക്ക് മിനിറ്റിൽ 12 to 50 വരെ ബോട്ടിൽസ് നമുക്ക് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കപ്പാസിറ്റി യൂസ് ഡിവൈഡ് ബൈ ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് ലെവൽ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ കമ്പനിയിൽ നമ്മൾ എത്ര കപ്പാസിറ്റി ഫുൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് 2 മെത്തേഡ് യൂസ് ചെയ്യാം, തിയറിറ്റിക്കൽ ആൻഡ് റിലേറ്റഡ്. തിയറിറ്റിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഡൗൺ ടൈം അലോ ചെയ്യാണ്ട് മാക്സിമം കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കണതിനാണ് തിയറിറ്റിക്കൽ എന്ന് പറയുന്നത്. അടുത്തത് റേറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വൽ കപ്പാസിറ്റി ലോങ് ടൈം അനലൈസും അതേപോലെ തന്നെ കാൽക്കുലേഷൻ പർപ്പസും വെച്ചിട്ട് അനലൈസ് ചെയ്യണതിനാണ് റേറ്റഡ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബ്സർവേഷനും അതേപോലെ തന്നെ ഒരു പെർഫോമൻസിന് സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്ത് ആ സ്പെസിഫിക് ജോബിന് നമ്മൾ പെർഫോമൻസും അതേപോലെ തന്നെ ആ സ്റ്റെപ്സ് സെപ്പറേറ്റ് ആയിട്ട് മെഷർ ചെയ്തും പ്രൊഡക്ഷനും പ്രൊസീജിയറും ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ളൊരു സ്റ്റഡിയാണ് മോഷൻ ആൻഡ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു ഡിമാൻഡിന് ഇപ്പോൾ ഇൻക്രീസ് വന്നാൽ നമുക്ക് നമ്മുടെ മിഷന്റെ കപ്പാസിറ്റി ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കപ്പാസിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 10,000 to 20,000ലേക്കും പ്യൂരിഫൈങ് കപ്പാസിറ്റി അതേപോലെ തന്നെ ബോട്ടിലിന്റെ ഫില്ലിംഗ് കപ്പാസിറ്റി നമ്മൾ 50 to 100ലേക്കും ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ സാധിക്കും. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയിൽ എത്രത്തോളം കപ്പാസിറ്റി പ്ലാനിങ് ലേബേഴ്സിനും ട്രാൻസ്പോർട്ടേഷനിലും അത്യാവശ്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടാണ് കപ്പാസിറ്റി പ്ലാനിങ് ട്രാൻസ്പോർട്ടേഷനിലും ലേബേഴ്സിനും ഇത്ര ആവശ്യം? ലേബേഴ്സിനെ പറയുകയാണെങ്കിൽ നമുക്ക് അണ്ടർ സ്റ്റാഫിങ്ങും അതേപോലെ ഓവർ സ്റ്റാഫിങ്ങും കപ്പാസിറ്റി പ്ലാനിങ് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുവഴി നമുക്ക് ലേബർ കോസ്റ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേപോലെ തന്നെ ടീം ലീഡറിന് നമുക്ക് സ്റ്റാഫിംഗ് നീഡ്സ് മനസ്സിലാക്കാൻ കപ്പാസിറ്റി പ്ലാനിങ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. പ്രസൻ്റ്ലി ഞങ്ങളുടെ കമ്പനിയിൽ 50 to 100 വർക്കേഴ്സ് ഇപ്പോൾ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് മെയിൻലി ഞങ്ങൾ മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ലേബേഴ്സിന് ആവശ്യം വരാം ഈ ലോഡിങ് സമയത്തും അതേപോലെ തന്നെ ഞങ്ങൾ ഈ പാക്കേജിങ് സമയത്താണ് ഞങ്ങൾക്ക് കൂടുതലും ലേബേഴ്സിന് ആവശ്യം വരാം. അപ്പോൾ പ്രസൻ്റ്ലി 50 to 100 വർക്കേഴ്സ് ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനിൽ കപ്പാസിറ്റി പ്ലാനിങ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. മാനുഫാക്ചറിങ് ടൈമിനും അതേപോലെ തന്നെ സപ്ലൈ ചെയിൻ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാനും നമുക്ക് കപ്പാസിറ്റി പ്ലാനിങ് ട്രാൻസ്പോർട്ടേഷനിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പ്രസൻ്റ്ലി ഞങ്ങൾ ബുള്ളറ്റ് കാർസിലും അതേപോലെ തന്നെ ട്രെയിനിലും ആണ് കൂടുതലും ഞങ്ങൾ പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതർ സ്റ്റേറ്റ്സിന് ഞങ്ങൾ ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാം സോ കപ്പാസിറ്റി പ്ലാനിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, വി മസ്റ്റ് നോ ഹൗ മച്ച് ഓഫ് ദ കപ്പാസിറ്റി മസ്റ്റ് ബി യൂട്ടിലൈസ്ഡ് ഇൻ ഓർഡർ ടു മീറ്റ് ദോസ് ഡിമാൻഡ്. ഇപ്പോൾ ഒരു മെഷീൻ ഹാസ് എ കപ്പാസിറ്റി, റൈറ്റ്? വി cannot produce more than this many number of products on a machine. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് ഉള്ളത്. We have to overcome this. So for that, we must plan in such a way that we are able to meet those demands in terms of quality, quantity, time and cost. പിന്നെ വരുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് റിസോഴ്സ് ആൻഡ് ഓവറോൾ ലേബർ ഫോഴ്സ് സൈസ് ആണ്. ഇതിൽ രണ്ടിലും മണി ഇൻവോൾവ് ആണ്. സോ വി മസ്റ്റ് മേക്ക് ഷുവർ വി ആർ നോട്ട് ഓവർ സ്പെൻഡിങ്. വി മസ്റ്റ് ജഡ്ജ് ദ കപ്പാസിറ്റി ഫോർ മീറ്റിംഗ് എ പെർട്ടിക്കുലർ ഡിമാൻഡ്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഫൈനലി our company will be working in best operating level. ഓക്കെ മാം, ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂൾ